ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാ പുസ്തകത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ അടിമത്വവും അവിടെ നിന്നുള്ള അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ യാത്രയും അതിൻ്റെ മധ്യേ നടക്കുന്ന അവരുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനാണ് ദൈവാത്മാവിൽ പ്രത്യാശിക്കുന്നത്. ദൈവവചനത്തിനായിട്ട് നമുക്ക് ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും കടന്നു വരുന്ന രണ്ട് തരം മരുഭൂമി അവസ്ഥയെക്കുറിച്ചാണ് ഈ വചനഭാഗത്തൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം, ദൈവം മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുൻപ് അവൻ അഭിമുഖീകരിക്കുന്ന മരുഭൂമി അവസ്ഥയും, രണ്ടാമതായിട്ട് ദൈവം അവന് കൊടുത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം ദൈവം നയിക്കുന്ന പാതയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ തരം മരുഭൂമി അവസ്ഥയുമാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തരം മരുഭൂമി അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടതായി വരും എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമി അവസ്ഥ, ഇതിലെ ഏത് തരം മരുഭൂമി അവസ്ഥയാണ് എന്ന് നിങ്ങൾ ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ മരുഭൂമി അവസ്ഥയെക്കുറിച്ച് നമുക്ക് പ്രഥമമായി ധ്യാനിക്കാം. ഒന്നാമത്തെ മരുഭൂമി അവസ്ഥയിൽ പങ്കുവയ്ക്കപ്പെടുന്നത് ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു മരുഭൂമിയുടെ അവസ്ഥയുണ്ട്. അതായത് മിസ്രൈമിലെ ഫറോ രാജാവിൻ്റെയും അവരുടെ കിങ്കരന്മാരുടെയും കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അടിമവേല ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന സങ്കടകരമായ ഒരു മരുഭൂമി അവസ്ഥ. അടിമവേല ചെയ്യുകയും ഏറെ പീഡിപ്പിക്കപ്പെടുകയും ഏറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഇസ്രായേൽ ജനം, അവരുടെ ജീവിതത്തിൽ ആ സമയത്ത് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഒരുപാട് ദുഃഖകരമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ഈ മക്കൾ ആ സമയത്ത് കടന്നു പോവുകയാണ്. അവർ യഹോവയുടെ അടുക്കൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടാൻ, അവർക്ക് ഈ ഒരു അടിമത്വത്തിൽ നിന്ന് രക്ഷ നേടുവാൻ. സഹോദരങ്ങളെ, ദൈവത്തെ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഒരു മരുഭൂമി അവസ്ഥ ഇത്തരത്തിലുള്ള ഒരു മരുഭൂമി അവസ്ഥയാണ്. പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് അവന് നേരിടേണ്ടി വരുന്ന ഒരു മരുഭൂമി അവസ്ഥയുണ്ട്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആ അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിന് മുൻപായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു മരുഭൂമി അവസ്ഥ, നിന്റെ പാപം വഴിയായി നീ കടന്നുപോയിരിക്കുന്ന ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥ. ഇന്ന് പല വ്യക്തികളും രോഗികളായിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിലുള്ള പാപമാണ്. അവർ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല. ദൈവസ്നേഹത്തിന് മുൻപിലേക്ക് തങ്ങളുടെ ജീവിതത്തെ അവർ സമർപ്പിച്ചിട്ടില്ല. ക്രിസ്തു കൊടുത്ത സ്വാതന്ത്ര്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ കുടുങ്ങി ലോക മനുഷ്യരായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ലോകം വഴി അവർക്ക് നേരിടേണ്ടി വരുന്ന പലതരം അടിമത്വങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗത്തിൻ്റെതായ അവസ്ഥ. ഈ ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥ പലപ്പോഴും നമ്മളെ ഏറെ നിരാശയിലേക്ക് തള്ളിയിടുന്ന ഒരു അടിമത്വമാണ്. ദൈവത്തെ കണ്ടെത്തുന്നതിന് മുൻപ് പാപം വഴിയായി നേരിടേണ്ടി വരുന്ന അടിമത്വത്തിൻ്റെ അവസ്ഥ. ഈ അടുത്ത ദിവസം ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഞാൻ ഏത് ബിസിനസ് മേഖലയിലേക്ക് പോയാലും അവിടെ എല്ലാം തകർച്ചയാണ്, ഞാൻ തൊടുന്നതെല്ലാം തകർച്ചയുടെ അനുഭവത്തിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഒത്തിരി കരയുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരൻ, എത്ര നാളായി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുകയാണ്. ഒത്തിരി കടകൾ ഞാൻ തുടങ്ങി നോക്കി, ഒത്തിരി ബിസിനസ് പല രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എല്ലാം തകർന്നു പോവുകയാണ്. വിശ്വസ്തർ പോലും എന്നെ ചതിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 3 വർഷമായിട്ട് ഈ തകർച്ച ഞാൻ ഫേസ് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ്? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ പള്ളിയിൽ പോകാറുണ്ടോ? ആരാധനയിൽ സംബന്ധിക്കാറുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ആത്മീയമായിട്ട് ഒരു നല്ല രീതിയിലൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. ഒത്തിരി ദുർശീലങ്ങൾ എനിക്കുണ്ട്, മദ്യപാനമുണ്ട്, പുകവലിയുണ്ട്, ഇങ്ങനെ ഒരുപാട് ദുർശീലങ്ങൾക്ക് അടിമയായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ ഒരു ബോധ്യം തന്നു. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 വർഷം മുൻപ് ഏതോ ഒരു വലിയ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ ഇദ്ദേഹം കടന്നുപോയി. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ഈ തകർച്ചയുണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, നിങ്ങളുടെ ഈ തകർച്ചയുടെ കാരണം 3 വർഷം മുൻപ് നിങ്ങൾക്ക് കടന്നു വന്ന ഏതോ ഒരു വലിയ പാപമാണ്. ആ പാപത്തിൻ്റെ ബന്ധനത്തിലാണ് നിങ്ങൾ അടിമപ്പെട്ട് കിടക്കുക. ആ പാപം എന്താണ് എന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു. സഹോദരങ്ങളെ, ആ മനുഷ്യൻ അത് പറയാൻ തയ്യാറായില്ല. 2-3 വട്ടം നിർബന്ധിച്ച്
ദൈവവചനത്തിൽ നിന്ന് ശക്തമായി സംസാരിച്ചപ്പോൾ ഈ പാപം നിങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരം വഴി അത് ഉപേക്ഷിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് വിശുദ്ധി കിട്ടുകയുള്ളൂ, വിടുതൽ കിട്ടുകയുള്ളൂ, നിങ്ങളുടെ ബിസിനസ് ഉയരുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആരോടും പങ്കുവെക്കാതെ രഹസ്യമായി ഒളിച്ചു വെച്ചിരുന്ന ആ ഒരു പാപം തുറന്നു പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹോദരന്റെ ജീവിത പങ്കാളിയുമായിട്ട് അദ്ദേഹം ഒരു പ്രാവശ്യം പാപത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി. വളരെ വേദനാജനകമായ അശുദ്ധി നിറഞ്ഞൊരു കൊടിയ പാപം ഈ മനുഷ്യന്റെ ജീവിതത്തെ ബാധിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ മനുഷ്യൻ തൊട്ടതെല്ലാം തകർച്ചയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനിത് പറഞ്ഞത് സഹോദരങ്ങളെ, ഈ മനുഷ്യൻ നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഒരു മരുഭൂമി അവസ്ഥയാണ്. ബിസിനസ് മേഖലയിലെല്ലാം തനിക്ക് തകർച്ചയാണ്, കയറുന്ന മേഖലകളിലെല്ലാം പരാജയം നേരിടേണ്ടതായിട്ട് വരുന്നു. അത് ഈ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സഹനമാണ്. പക്ഷേ ആ സഹനത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമോ അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടെത്താതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ഒരു കൊടിയ പാപത്തിൻ്റെ സാഹചര്യവും. ഇന്ന് പല ആളുകളും സഹിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ക്രിസ്തുവിനെ കണ്ടെത്താത്തത് കൊണ്ട് നിനക്ക് സ്വീകരിക്കേണ്ടി വരുന്ന ചില സഹനങ്ങളുണ്ട്, ചില മരുഭൂമി അവസ്ഥകളുണ്ട്. അതൊന്നും ക്രിസ്തുവിൽ നിന്ന് വരുന്നതാണെന്ന് നീ കണ്ടെത്തേണ്ടതില്ല. മറിച്ച് നിന്റെ ജീവിതത്തിലെ കുറവ് കൊണ്ട്, നിന്റെ ജീവിതത്തിലെ പാപം കൊണ്ട്, അശുദ്ധി കൊണ്ട് നിനക്ക് നേരിടേണ്ടി വരുന്ന ഒരു മരുഭൂമി അവസ്ഥയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇന്ന് നേരിടുന്ന സഹനം ക്രിസ്തുവിനെ കണ്ടെത്തിയതിനു ശേഷമുള്ള സഹനമാണോ അതോ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപുള്ള സഹനമാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് നീ അനുഭവിക്കുന്ന സഹനമാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ബന്ധനങ്ങളിൽ നിന്നൊരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്, പാപത്തിൽ നിന്നൊരു വിടുതൽ ആവശ്യമുണ്ട്, നിനക്ക് വിശുദ്ധിയുടെ ഏതോ മേഖലകൾ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിനെ തിരുത്താനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുക. രണ്ടാമതായിട്ട് ക്രിസ്തു ഇവർക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ കാണുക. ഇവരുടെ ജീവിതത്തിൽ ഈ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ കടന്നുകൊണ്ട് ദൈവസന്നദ്ധയിൽ നിലവിളിച്ച് തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ഈ ജനത്തിന്റെ വിമോചനത്തിനായിട്ട് ഉയർത്തുകയാണ്. മോശ ഫറവോന്റെ അടുക്കൽ കടന്നു ചെല്ലുകയും ക്രിസ്തുവിന്റെ നിർദ്ദേശം വഴിയായി, യഹോവയായ ദൈവത്തിന്റെ നിർദ്ദേശം വഴിയായി 10 അടയാളങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ 10 അടയാളങ്ങളുടെ പരിണിത ഫലമായിട്ട് അവിടെ ഈ ജനം വിടുവിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുക. ഈ ജനം മോചനം പ്രാപിച്ചു, സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഈ ഒരു അവസ്ഥയെ ഞാൻ കാണുന്നത് ഈ പാപത്തിന്റെ മരുഭൂമി അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തി ഒരു ധ്യാനത്തിലൂടെയോ ഒരു ദൈവാനുഭവത്തിലൂടെയോ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ അവൻ നേടുന്ന ഒരു സ്വാതന്ത്ര്യം. ഇസ്രായേൽ ജനം മിസ്രൈമിലെ പടിവാതിൽക്കൽ വന്ന് നിന്ന് സ്വാതന്ത്ര്യം നേടി ആ മിസ്രൈം വാതിലിൽ നിന്ന്, കോട്ടവാതിലിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ അവരുടെ ഒരു തുള്ളിച്ചാടലും അവരുടെ ഒരു നൃത്തം വയ്ക്കലും ഞാനിങ്ങനെ മനസ്സിൽ കാണാറുണ്ട്. ആ ഒരു രംഗം എത്ര വലിയ സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ്. നീണ്ട വർഷങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഈ ജനം അനുഭവിക്കുന്ന ഒരു ആനന്ദം എത്ര വലുതായിരിക്കും. എല്ലാവരും തുള്ളി ചാടിക്കാണും, സന്തോഷത്തോടെ നൃത്തം ചവിട്ടിക്കാണും. ഒരു ധ്യാനം കൂടി കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം. ദൈവം ഞങ്ങളെ സ്വതന്ത്രമാക്കി, ദൈവം ഞങ്ങൾക്ക് വിടുതൽ തന്നു, ഞങ്ങളുടെ പാപം വഴിയായി ഞങ്ങൾക്ക് കടന്നു വന്ന മരുഭൂമി അവസ്ഥയിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് വിടുതൽ തന്നു എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം. സഹോദരങ്ങളെ, ഇതാണ് പലപ്പോഴും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതോടുകൂടി എല്ലാം പൂർണ്ണമായി, എല്ലാ സങ്കടങ്ങളും അവസാനിച്ചു എന്നുള്ളതാണ് പല വ്യക്തികളുടെയും കണക്കുകൂട്ടൽ. പക്ഷെ തെറ്റിപ്പോയി. വീണ്ടും 40 വർഷം നീ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് കാനാൻ നാട് സ്വന്തമാക്കാൻ. ഈ ഒരു വലിയ ബോധ്യം നമ്മൾ തിരിച്ചറിയണം. അത് ക്രിസ്തുവിനോട് കൂടെയുള്ളൊരു യാത്രയാണ്. യഹോവ നിന്നെ നയിക്കുന്ന ഒരു മരുഭൂമി അവസ്ഥയാണ് രണ്ടാമത്തെ മരുഭൂമി അവസ്ഥ. ആദ്യത്തെ അവസ്ഥയോ യഹോവ നിന്നോട് കൂടെയില്ലാത്ത അവസ്ഥയിൽ നിന്റെ പാപം വഴിയായി നിനക്ക് നേരിടേണ്ടി വന്ന മരുഭൂമി അവസ്ഥയാണ്. ഈ രണ്ടാമത്തെ മരുഭൂമി അവസ്ഥ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് പല വ്യക്തികളും തകർന്നു പോകുന്നത് ഈ രണ്ടാമത്തെ മരുഭൂമി അവസ്ഥയിലാണ്. യഹോവയോട് കൂടെ ചേർന്നതിന് ശേഷം, ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ സഹനങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അതിൽ തകർന്നു പോകുന്നു. ഈ ഇസ്രായേൽ ജനം അത്തരത്തിലായിരുന്നു. മോശ മരുഭൂമിയിലൂടെ യഹോവയുടെ നിർദ്ദേശപ്രകാരം ഈ ജനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല തകർച്ചകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ചെങ്കടലിനോടടുത്ത് ഈ ജനം വരുമ്പോൾ ഇതാ ഫറവോയും സൈന്യവും പിന്നാലെ കടന്നു വരികയാണ്. ഇവരുടെ മനസ്സിൽ വലിയ വേദനയായി. ദൈവം എന്തിനാണ് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നത്? കണ്ടോ, അപ്പോൾ ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രണ്ടാമത്തെ സ്വതന്ത്രരാക്കപ്പെട്ട സമൂഹത്തെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. പലപ്പോഴും നമ്മളിങ്ങനെയാണ് ജീവിതത്തിൽ ക്രിസ്തു വഴിയുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നീട് ചില ഫറവോന്യ സൈന്യം നമ്മുടെ പിന്നാലെ വരുമ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം തന്ന ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചില ആളുകളൊക്കെ പറയും ഇതിലും ഭേദം പഴയതായിരുന്നു,
ഇസ്രായേൽ ജനം അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ അവിടെ അത്ഭുതകരമായിട്ട് ദൈവം അവരെ വിടിവിക്കുകയാണ്. ചെങ്കടൽ രണ്ടായി പിളരുകയും ചെങ്കടലിലൂടെ ഇവർ അക്കരെ കടക്കുകയും ഫറവോനും സൈന്യവും കടലിലേക്ക് ഇറങ്ങുമ്പോൾ കടൽ വന്ന് മൂടി അവരതിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവം നമുക്കറിയാം. അവിടെ അത്ഭുതകരമായിട്ട് രണ്ടാമത്തെ സ്വാതന്ത്ര്യം കർത്താവ് തന്നെ നയിക്കുന്ന മരുഭൂമി അവസ്ഥയിൽ ഇവർക്ക് ലഭിക്കുകയാണ്. ഞാൻ ധ്യാനിക്കുന്നു, തീർച്ചയായിട്ടും അവർ വീണ്ടും തുള്ളിച്ചാടി കാണും. അവരെ ഈ ചെങ്കടൽ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ അവർ ആനന്ദത്തോടെ ഇനി ഞങ്ങളെ യാതൊരു തരത്തിലുമുള്ള തിന്മയും ബാധിക്കുകയില്ല, ആക്രമിക്കുകയില്ല എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശയിൽ വിശ്വാസത്തിൽ തുള്ളിച്ചാടി അവർ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരിക. ഒരിക്കൽ കടന്നു വരികയാണ് മന്ന എന്ന് പറയുന്ന ഒരു അനുഭവമായിട്ട്. അവർ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് മന്ന ലഭിച്ചു. മന്ന ഇങ്ങനെ സ്ഥിരമായിട്ട് മന്ന തന്നെ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ജനത്തിൻ്റെ മനസ്സിൽ സങ്കടമായി. അവർ പറയുകയാണ്, എന്നും ഈ മന്ന മാത്രമേ ഉള്ളൂ. ഈ മന്ന ആണെങ്കിൽ കൊത്തം പാലറി പോലെയും ഗുൽഗുലുവിൻ്റേത് പോലെയുമാണ്, ഇതിനൊരു രുചിയുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി വേണം. മിസ്രൈമിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറച്ചി കിട്ടുമായിരുന്നു, മിസ്രൈമിലെ ഇറച്ചിയുടെ രുചി ഓർത്ത് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കൊതി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് മോശയ്ക്കും എതിരായിട്ട് ജനം പിറുപിറുക്കുകയും അവിടെ ദൈവം മോശ വഴിയായിട്ട് അവർക്ക് കാടപ്പക്ഷികളെ കൊടുക്കുകയും അങ്ങനെ ആ കാടപ്പക്ഷികളെ തിന്ന് അവരുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ ദൈവം നയിക്കുന്ന ഈ രണ്ടാമത്തെ മരുഭൂമി അവസ്ഥയിൽ ജനം പലവട്ടം തെറ്റിപ്പോകുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ മരുഭൂമി അവസ്ഥയിലൂടെ കടന്നുപോയ രണ്ട് വ്യക്തിത്വങ്ങളെ, അവരുടെ പ്രത്യേകതകളെ പ്രത്യേകമായിട്ടൊന്ന് ഉയർത്തി കാണിക്കാനായിട്ട് ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് മോശയും രണ്ട് അഹറോനുമാണ്. ദൈവം നയിക്കുന്ന മരുഭൂമി അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ സ്വീകരിച്ച രണ്ട് മനോഭാവങ്ങൾ ഈ മോശയിലും അഹറോനിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശ എങ്ങനെയാണ് ഈ മരുഭൂമി അവസ്ഥയെ സ്വീകരിച്ചത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കൂ. മോശ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ, ദൈവം നയിച്ച മരുഭൂമി അവസ്ഥയിൽ മന്നയുടേതായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ, ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായി തിരിയുന്ന പ്രശ്നം വന്നപ്പോൾ, വെള്ളം കിട്ടാത്ത പ്രശ്നം വന്നപ്പോൾ, അവിടെയെല്ലാം യഹോവയായ ദൈവത്തിൽ വീണ്ടും ആശ്രയിച്ച് തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിൽ ഒരു ദൈവിക പദ്ധതി ദർശിക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണോ എന്ന് പരിശോധിക്കും. മോശയെ പോലെയാണോ? കർത്താവ് നൽകിയ സ്വാതന്ത്ര്യം സ്വീകരിച്ചതിന് ശേഷം നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ കടന്നു വരുന്ന സഹനങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതി ദർശിക്കുന്ന മോശയെ പോലെയുള്ള ക്രിസ്ത്യാനിയായി മാറണം നീ. ദൈവം അതാണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. ആ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ആത്മീയ മേഖലയിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോൾ മോശ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് കരയുകയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുത്തു. ദൈവത്തിന്റെ കോപം ജനത്തിന് നേരെ ആളിക്കത്തി ഇവരെ അഗ്നി ഇറക്കി നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുമ്പോൾ ഇതാ അവിടെ അത്ഭുതകരമായിട്ട് മോശ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. മോശ പ്രാർത്ഥിക്കുന്നത് എന്താ? ദൈവമേ, ഈ ജനത്തെ മുഴുവൻ ഇങ്ങനെ മേയിച്ചുകൊണ്ട് നടക്കാൻ ഞാൻ എന്നാ ഇവരെ ഗർഭം ധരിച്ചതാണോ? ഞാൻ എന്നാ ഇവിടെ പ്രസവിച്ചതാണോ? ഇവരെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ദയവിചാരിച്ച് എന്നെ കൊന്നുകളഞ്ഞേക്കെന്ന് പറഞ്ഞ് ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പരിഭവം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മോശയാണ് കാണാൻ സാധിക്കുക. ദൈവത്തിന്റെ അടുക്കൽ തന്റെ പരാതികൾ ഇറക്കി വെക്കുകയാണ്. കണ്ടോ, ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. ക്രിസ്തു വഴി നീ ജീവിക്കുമ്പോൾ, ക്രിസ്തു നയിക്കുന്ന പാതയിൽ നീ നടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളുടെ പരാതി നീ പറയേണ്ടത് ലോകത്തിന്റെ മുൻപിലല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മുൻപിൽ തന്നെയാണ്. ഇറക്കി വെക്കുക. മോശ വളരെ തീക്ഷ്ണമായി ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് തൻ്റെ പരാതികൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ആ ജനത്തിന് മോചനം ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കാണാൻ സാധിക്കുക. ഇതാണ് ദൈവം നയിക്കുന്ന മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട യഥാർത്ഥമായ മരുഭൂമി അവസ്ഥ. അതിൽ ദൈവത്തിന്റെ പദ്ധതികളെ ദർശിക്കാനായിട്ട് കഴിയണം. രണ്ടാമത്തെ വ്യക്തിത്വം അഹറോനാണ്. അഹറോനെ ഒന്ന് കണ്ടെത്തൂ. അഹറോൻ മോശ പറയുന്നത് കേട്ടാണ് ജീവിക്കുക. മോശ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അഹറോൻ എന്ന പുരോഹിതൻ ഓരോ നിമിഷവും ചരിക്കുക. ദൈവത്തിൽ നിന്ന് മോശ കേൾക്കുന്നു. മോശ കേൾക്കുന്നത് മോശ അഹറോനോട് പറയുന്നു. അഹറോൻ അതനുസരിച്ച് ജനത്തോട് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് അഹറോന്റെ ഒരു ശൈലി. ഇതാ 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് മലയിൽ വെച്ച് കൊടുത്തപ്പോൾ അത് സ്വീകരിക്കുവാനായിട്ട് മോശ മലയുടെ മുകളിലേക്ക് കയറിപ്പോയ സമയത്ത് താഴെ ജനം കുറെ കാലം മോശയ്ക്ക് വേണ്ടി കാത്തിരുന്നു. കുറേ ദിവസമായിട്ട് മോശയെ കാണാനില്ല. ജനമെല്ലാം കൂടെ അഹറോന്റെ അടുത്ത് വന്നു. അഹറോനെ, ഞങ്ങളുടെ നേതാവിനെ കാണാനില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവന്ന മോശയെ കാണാനില്ല. ഒരുപക്ഷെ മലയുടെ മുകളിൽ വെച്ച് മോശ മരിച്ചുപോയി കാണാം. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ആരെ ആരാധിക്കണം? ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ താ.
പ്രശ്നം വന്നപ്പോൾ മോശ എന്നൊരു നേതാവിനെ കുറച്ചു ദിവസത്തേക്ക് കാണാതായപ്പോൾ മോശയെക്കാളുപരിയായി തങ്ങളെ നയിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാതെ അഹറോന്റെ മുൻപിൽ വേറൊരു ദൈവത്തെ ആരാധിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സമൂഹം കണ്ടോ. ദൈവം നയിക്കുന്ന മരുഭൂമി അവസ്ഥയിലാണ് ഈ സമൂഹം ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നതെന്ന് ഓർക്കണം. അവിടെ അഹറോന്റെ പ്രവൃത്തിയാണ് ഏറ്റവും ശ്രദ്ധേയം. അഹറോൻ എന്ത് ചെയ്തു? ഇടവക്കാരെല്ലാവരും കൂടെ വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ താ, ഞങ്ങളുടെ ഉള്ള ദൈവം കൂടെ പോയി, ഞങ്ങൾ ഇത്രയും കാലം നയിച്ചുകൊണ്ടിരുന്ന ആള് പോയി, ഇനി ഞങ്ങൾക്കൊരു ദൈവത്തെ താ എന്ന് പറഞ്ഞപ്പോൾ വികാരിയച്ഛൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അഹറോനോട് നേരിടുകയാണ്. അഹറോൻ എന്ത് ചെയ്യണം? അഹറോൻ ഉടനെ തന്നെ പറഞ്ഞു, എല്ലാവരുടെയും സ്വർണ്ണ പണ്ടങ്ങളെല്ലാം കൊണ്ടുവരിക, മാലയും വളയും സാധനങ്ങളെല്ലാം കൊണ്ടുവരിക. എല്ലാം കൊണ്ടുവന്ന് ഈ സ്വർണമെല്ലാം ഒരുക്കി അഹറോന്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്നിട്ടോ ഇതാ അഹറോനാകുന്ന പുരോഹിതൻ പോയി കാളയ്ക്ക് ധൂപം വയ്ക്കുകയാണ്. കണ്ടോ, ദൈവം നയിക്കുന്ന മരുഭൂമി അവസ്ഥയിൽ ജീവിതത്തിൽ കുറച്ചു നേരം അവരെ നയിക്കുന്ന ഒരു പ്രവാചകൻ മാറി നിന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധി കണ്ടോ. ദൈവത്തിന്റെ പുരോഹിതൻ കാളയ്ക്ക് ധൂപം വയ്ക്കുന്നു. ഇതല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ? ദൈവം നയിക്കുന്ന മരുഭൂമി അവസ്ഥയെ സ്വീകരിക്കുന്ന അഹറോൻ എന്ന രണ്ടാമത്തെ വ്യക്തിത്വമാണോ നീ എന്ന് പരിശോധിക്കണം ഇന്ന് വചനം കേൾക്കുമ്പോൾ. നിന്റെ ജീവിതത്തിലെ സ്വഭാവം ഈ അഹറോനെ പോലെയല്ലേ? ദൈവം നിന്നെ നയിക്കുന്ന പാതയിൽ നിനക്കുണ്ടാകുന്ന സഹനങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടവും പദ്ധതിയും തിരിച്ചറിഞ്ഞ് ദൈവസന്നദ്ധിയിലേക്ക് തിരിയാതെ അഹറോനെ പോലെ മറ്റൊരു കാളയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന, അതിന് ധൂപം വയ്ക്കുന്ന സ്വഭാവമാണ് നിനക്കെങ്കിൽ ദൈവവൈതലെ നീ തിരുത്തേണ്ടിയിരിക്കുന്നു. നിന്റെ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. തിരിച്ചറിയുക, നിന്റെ മാറ്റം ക്രിസ്തു ആഗ്രഹിക്കുന്നു. നീ അഹറോനെ പോലെ ആകരുത്. കർത്താവാണ് നിന്നെ നയിക്കുന്നത്. ഇന്ന് നീ അനുഭവിക്കുന്ന രോഗത്തിന്റെ പ്രതിസന്ധിയിലൂടെ നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാണ്. അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ ഹൃദയത്തിൽ മോശയെ പോലെയുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ സാധിക്കും. അഹറോനെ പോലെ പ്രശ്നം വരുമ്പോൾ വേറെ കാളയെ ഉണ്ടാക്കി ആരാധിക്കാനല്ല ദൈവം നിന്നെ വിളിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകട്ടെ. അഹറോന്യ അനുഭവമല്ല നിനക്ക് ആവശ്യം. എന്തുകൊണ്ട് അഹറോൻ ഇങ്ങനെ സംഭവിച്ചു? ദൈവത്തിന്റെ പുരോഹിതനായ അഹറോൻ എന്തുകൊണ്ടാണ് അവിടെ ആ പ്രതിസന്ധിയിൽ ദൈവത്തിലേക്ക് തിരിയാതെ വേറെ കാളെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്? അഹറോൻ ചെയ്യേണ്ടത് ഇന്നതായിരുന്നു. അഹറോൻ യഹോവയോട് പ്രാർത്ഥിക്കണം, യഹോവയായ ദൈവമേ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നേതാവിനെ കാണാത്തത് എന്ന് അഹറോൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ യഹോവ അഹറോന് ബോധ്യം കൊടുക്കുമായിരുന്നു. ഇതാ എന്റെ പ്രവാചകന് ഞാനിവിടെ ചില കൽപ്പനകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു പറഞ്ഞേനെ. പക്ഷേ യഹോവയിലേക്ക് തിരിയാതെ അഹറോൻ ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാളയെ ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ടായി. ജീവിതത്തിലെ മരുഭൂമിയിൽ യഹോവയിലേക്ക് തിരിയാനായിട്ട് കഴിയാത്തവൻ, യഹോവ നയിക്കുന്ന പാതയിൽ നിനക്കുണ്ടാകുന്ന മരുഭൂമി അവസ്ഥയിൽ യഹോവയിലേക്ക് തിരിയാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ ജീവിതം അഹറോനെ പോലെയായി പോകും. അതൊരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല എന്ന് തിരിച്ചറിയാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക. എന്തുകൊണ്ട് അഹറോൻ ഇങ്ങനെയായി? ഒറ്റ കാരണമാണ് ഞാൻ കണ്ടെത്തത്. അഹറോൻ ദൈവത്തെ കേട്ടത് മോശയിലൂടെയാണ്. അഹറോൻ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം അഹറോൻ ഉണ്ടായിരുന്നില്ല. അഹറോൻ മോശ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ റിലേഷൻ വളർത്തിയെടുക്കാൻ അഹറോൻ ശ്രമിച്ചിരുന്നില്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം ഇതാണ്. മോശ അങ്ങനെയായിരുന്നില്ല. മോശ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ടത് കൊണ്ടാണ് മോശ തൻ്റെ ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ അതിൽ ദൈവത്തിന്റെ പദ്ധതി ദർശിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അഹറോൻ അങ്ങനെയായിരുന്നില്ല. മോശ പറഞ്ഞ ഒരു ദൈവത്തെയാണ് അഹറോൻ കണ്ടിട്ടുള്ളൂ. മോശ പറഞ്ഞ ഒരു ദൈവത്തെയാണ് അഹറോൻ കേട്ടിട്ടുള്ളൂ. അതാണ് അഹറോന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നം. സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ യഹോവ നിന്നെ നയിക്കുന്ന മരുഭൂമി അവസ്ഥയിൽ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും കഴിയണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് നിനക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകണം. ഒരു ഡയറക്റ്റ് റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നിന്റെ ഹൃദയവും വേറെ ആരും പറഞ്ഞു കേട്ടിട്ട് ഒരു ബന്ധമല്ല, മറിച്ച് ക്രിസ്തു വഴി ക്രിസ്തുവിനോടുള്ള നിന്റെ ഒരു വ്യക്തിപരമായ ബന്ധം നിന്റെ ഹൃദയത്തിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൃപ മോശയെ പോലെ നിനക്ക് ലഭിക്കുക. അതിലെ ദൈവത്തിന്റെ പദ്ധതിയെ ദർശിക്കാനുള്ള കൃപ മോശയെ പോലെ നിനക്ക് ലഭിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻ, അവനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന, ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് അനുഭവിക്കുന്ന, നേരിട്ട് സ്വീകരിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നിന്റെ ജീവിതം വളരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ആകയാൽ ഇന്ന് കേട്ടതായ വചന സന്ദേശത്തെ ഞാനിന്ന് ക്രോഡീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന രണ്ട് തരം മരുഭൂമി അവസ്ഥയാണ്. ഒന്നാമത്തേത് താനായിരിക്കുന്ന അടിമത്വത്തിൽ താൻ അനുഭവിക്കുന്ന ഒരു മരുഭൂമിയുണ്ട്. അതിൽ നിന്ന്
നിന്ന് ക്രിസ്തു വഴി നീ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ മരുഭൂമി അവസ്ഥ, ദൈവം നമ്മളെ നയിക്കുന്ന ഒരു മരുഭൂമി അവസ്ഥയുണ്ട്. ഈ മരുഭൂമി അവസ്ഥയിൽ ഞാൻ മോശയുടെ മനോഭാവമാണോ അഹറോന്റെ മനോഭാവമാണോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. എന്നാൽ മോശയുടെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ പാലും തേനും ഒഴുകുന്ന ഒരു കാനാൻ നിനക്കായി കാത്തിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ